ഗുഡ് മോർണിംഗ്. ഇന്ന് പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല. ചേട്ടായിക്ക് അവിടെ ഓൺ സെലിബ്രേഷൻ. അപ്പോൾ ചോറൊന്നും കൊണ്ടുപോകണ്ട. അപ്പോൾ ഇന്നലെ ചോറ് ഊറ്റി ഞാൻ ഇഡ്ലി ചെമ്പിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ആവിയേറ്റം വെച്ചു. പിന്നെ ഞാൻ ചൂരക്കണി എടുത്ത് കറി വെച്ചു. കറി വെക്കാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞു, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. തേങ്ങാപ്പാൽ മിളക് മൂപ്പിച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു. അപ്പോൾ അത് തിളപ്പിക്കാൻ വെച്ച ഗ്യാപ്പിൽ ഞാൻ പോയിട്ട് ഇത്തിരി മുതിര വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. എനിക്ക് മുതിരയാട്ടെ ഏറ്റവും ഇഷ്ടമുള്ള കറി. അപ്പോൾ അതെന്തായാലും കുറച്ച് വെക്കാമെന്ന് വെച്ചിട്ട് അതും അതിൻ്റെ ഇടയിൽ കൂടെ ആക്കി. അത് വെച്ച് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരത്തേക്ക് വേറെ കറി നോക്കണ്ടല്ലോ. പിന്നെ പുട്ടുപൊടിക്ക് നനച്ച് വെച്ചിട്ട് എനിക്ക് ഈ പുട്ടുപൊടി എടുക്കുമ്പോൾ അപ്പോൾ ഓർമ്മ വരെ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം. എനിക്ക് എപ്പോഴും അത് ഓർമ്മ വരും. നമ്മുടെ പൊൻകതിറിൻ്റെ പുട്ടുപൊടിയായിരുന്നു. അത് നനച്ച് വെച്ചപ്പോൾ ആ ഗ്യാപ്പിൽ ഉള്ളിയൊക്കെ ചാച്ചി വെച്ചിട്ട് ഞാൻ ഇഡ്ലി ചെമ്പ് വേഗം ഓഫാക്കി. എന്നിട്ട് മുതിരയുടെ ഓഫാക്കിയിട്ടില്ല. അതാവുമ്പോഴത്തേനും ഞാൻ പോയി പൂക്കളിടാന്ന് വെച്ചു. എന്നിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ വന്ന് ഓഫ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതേ പൂക്കളൊക്കെ ഇട്ടപ്പോഴത്തേനും ചേട്ടായി എണീറ്റുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ തന്നെയാണ് പൂക്കൾ ഇടണതൊക്കെ വീഡിയോ എടുത്തേ. പിന്നെ ആ ഒരു പൂ കണ്ട് അതിങ്ങനെ പൂവായിട്ട് പൊട്ടിച്ചെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പൂവൊക്കെ കൂടി ഒരുമിച്ചിട്ടാട്ടാ. ഞാൻ ഇങ്ങനെ പൂവ് അന്വേഷിച്ച് പോയപ്പോൾ കണ്ടതാ. അപ്പോൾ അതൊക്കെ വെച്ച് പൂക്കളിട്ട് വലിയ എയിമായിട്ടില്ലല്ലേ. ഞാൻ പറഞ്ഞിട്ട് ചേട്ടയോട് സെലിബ്രേഷൻ കഴിയുമ്പോൾ പൂവും കൊണ്ടുവരാനിട്ടാ. അത് കഴിഞ്ഞിട്ട് മുതിരപ്പേരിയും കാച്ചി അതിൻ്റെ അപ്പുറത്ത് പുട്ടിനും ആവി വെച്ചിട്ടാ. പുട്ട് ഇതാക്കാൻ വേണ്ടി വെച്ചു. അപ്പം നിന്നെ നോക്കിയപ്പോൾ കുറേ സമയം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എന്നാൽ ഒതുക്കാന്ന്. ഓണായില്ല, അപ്പം അത്യാവശ്യം ഒന്ന് ഒതുക്കി പറക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഗ്യാപ്പിൽ വേഗം എല്ലാം ഒതുക്കിയിട്ട്. അപ്പം അടുക്കളയുടെ പണി കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ. അപ്പം ഞാൻ ജനലും കമ്പി എല്ലാം കബോർഡിൻ്റെ ഉള്ളിലൊന്നും വലിയ കാര്യമായിട്ടുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ഓരോ സാധനങ്ങൾ വെക്കണ കൂട്ടത്തിൽ തന്നെ ഒതുക്കി പോകണോണ്ട് വലിയ കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ മൊത്തത്തിൽ അങ്ങോട്ട് ഒതുക്കി. അപ്പോൾ ചേട്ടായിയുടെ കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേനും അടുക്കളയുടെ ആ ഒരു ഭാഗം കഴിഞ്ഞിട്ട് അടിച്ചൊന്നും വാരിയില്ല, ഒതുക്കൽ കഴിഞ്ഞു. ഇന്നിപ്പോൾ ലഞ്ച് ബോക്സ് ഇല്ലല്ലോ. അപ്പോൾ രാവിലെ ഞാൻ പുട്ടുണ്ടാക്കിയപ്പോൾ പുട്ടിന് മീൻകറി ഉണ്ടല്ലോ, അതുകൊണ്ടാണ് പുട്ടുണ്ടാക്കിയേട്ടാ. പിന്നെ എനിക്ക് മുതിരപ്പേരി ഇഷ്ടമായതുകൊണ്ട് മുതിര എടുത്തു കേട്ടാ. പിന്നെ ചേട്ടായിയുടെ ലുക്ക് ഇങ്ങനെയുണ്ട്, അടിപൊളിയുണ്ട്. ഞാൻ വീഡിയോ എടുക്കണമെന്ന് ചേട്ടായിക്ക് ചിരി വരണ്ടാട്ടാ. പിന്നെ ചേട്ടായി പോയി വേറെ ഒന്നും ബാഗും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. ബനീനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വടംവലി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടാ.